ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള അധികാരം ഉള്ളത് ആർക്കാണ്? രാഷ്ട്രപതിക്കാണ് അല്ലെ, രാഷ്ട്രപതിക്കാണുള്ളത്. സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രസിഡന്റ് പ്രഖ്യാപിച്ചാൽ പാർലമെന്റ് എത്ര നാൾക്കകം അംഗീകാരം നൽകണം? 2 മാസത്തിനകം അംഗീകാരം നൽകണം. ഏത് ഭൂരിപക്ഷത്തിലാണ് പാർലമെന്റ് സാമ്പത്തിക അടിയന്തരാവസ്ഥയുടെ പ്രമേയം പാസ്സാക്കേണ്ടത്? കേവല ഭൂരിപക്ഷത്തിലാണ്. അതായത് നമ്മുടെ സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് ആരാണ്? പ്രസിഡന്റ് ആണ്. പ്രസിഡന്റിന് ഏത് സമയത്ത് വേണമെങ്കിലും ആവശ്യമെന്ന് തോന്നിയാൽ സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനാവും. പക്ഷേ 2 മാസത്തിനകം നമ്മുടെ പാർലമെന്റ് ഇതിന് അംഗീകാരം നൽകണം. പ്രഖ്യാപിക്കുന്ന സമയത്ത് പാർലമെന്റിന്റെ അംഗീകാരം വേണമെന്നില്ല. പ്രഖ്യാപിച്ച് 2 മാസത്തിനുള്ളിൽ പാർലമെന്റിന്റെ അംഗീകാരം വേണ്ടതാണ്. ഇനി ഇതിനു വേണ്ടിയിട്ട് പാർലമെന്റിൽ പ്രമേയം പാസ്സാക്കുമല്ലോ. ഈ പ്രമേയം പാസ്സാക്കേണ്ടത് കേവല ഭൂരിപക്ഷത്തോടു കൂടിയാണ്. എങ്കിൽ മാത്രമേ പാർലമെന്റ് അംഗീകരിച്ചതായിട്ട് നമുക്ക് കരുതാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പം സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് പ്രസിഡന്റ്. പ്രഖ്യാപിച്ച് 2 മാസത്തിനകം പാർലമെന്റ് കേവല ഭൂരിപക്ഷത്തോടു കൂടി അത് പാസ്സാക്കണം. എങ്കിൽ മാത്രമേ സാമ്പത്തിക അടിയന്തരാവസ്ഥ നിൽക്കുകയുള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ, ദേശീയ അടിയന്തരാവസ്ഥയുടെ പ്രഖ്യാപനം ജുഡീഷ്യൽ റിവ്യൂവിന് വിധേയമാക്കാം എന്നത് ഏത് സുപ്രീം കോടതി വിധിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്? മിനർവ മിൽ കേസ് 1980. അതായത് നമ്മുടെ ദേശീയ നാഷണൽ എമർജൻസി പ്രഖ്യാപിച്ചു അല്ലേ, പക്ഷെ ഇത് എന്ത് ചെയ്യാം? ജുഡീഷ്യൽ റിവ്യൂവിന് വിധേയമാക്കാം എന്ന് സുപ്രീം കോടതി പറഞ്ഞു. ഏത് കേസുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇങ്ങനെ പറഞ്ഞത്? മിനർവ മിൽ കേസ് 1980 അതിലാണ് ഇങ്ങനെ പറഞ്ഞത്. ഓക്കെ, ദേശീയ പിന്നാക്ക കമ്മീഷനിലെ ആകെ അംഗങ്ങളുടെ എണ്ണം എത്രയാണ്? 5. അതായത് നാഷണൽ ബാക്ക്വേർഡ് കമ്മീഷനിൽ ആകെ 5 മെമ്പേഴ്സാണ് ഉള്ളത്. ദേശീയ പിന്നാക്ക കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏതാണ്? 338B ആണ്. നാഷണൽ ബാക്ക്വേർഡ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏതാണ്? 338B ആണ്. ചരക്കുകളുടെ ഉൽപാദനവും വിതരണവും എന്ന വിഷയം ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ലിസ്റ്റിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? സ്റ്റേറ്റ് ലിസ്റ്റിലാണ് അല്ലേ. അപ്പം ചരക്കുകളുടെ ഉൽപാദനവും വിതരണവും എന്ന വിഷയം ഉൾപ്പെടുത്തിയിരിക്കുന്നത് സ്റ്റേറ്റ് ലിസ്റ്റിലാണ്. നമുക്കൊരു കൺഫ്യൂഷൻ വരും, യൂണിയൻ ലിസ്റ്റിലാണോ എന്ന്. അല്ല, യൂണിയൻ ലിസ്റ്റിലല്ല. ചരക്കുകളുടെ ഉൽപാദനവും വിതരണവും എന്ന വിഷയം വന്നിരിക്കുന്നത് സ്റ്റേറ്റ് ലിസ്റ്റിലാണ്, കൊടുത്തിരിക്കുന്നത് സ്റ്റേറ്റ് ലിസ്റ്റിലാണ്. വ്യക്തികളുടെ ദുരിതാശ്വാസവും പുനരധിവാസവും എന്ന വിഷയം ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ലിസ്റ്റിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? അത് കൺകറന്റ് ലിസ്റ്റിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സ്റ്റേറ്റിന് വേണമെങ്കിലും യൂണിയന് വേണമെങ്കിലും രണ്ടുപേർക്കും കൂടെ തീരുമാനിക്കാവുന്ന കാര്യമാണത്, വ്യക്തികളുടെ ദുരിതാശ്വാസവും പുനരധിവാസവും. അടുത്തത്, കറുപ്പിന്റെ കൃഷിയും നിർമ്മാണവും അതിന്റെ കയറ്റുമതിയും ഏത് ലിസ്റ്റിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? അത് യൂണിയൻ ലിസ്റ്റിലാണ്. യൂണിയന് മാത്രമേ അത് തീരുമാനിക്കാൻ പറ്റത്തുള്ളൂ. അവശിഷ്ട അധികാരത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏതാണ്? 248 ആണ്. അവശിഷ്ട അധികാരം അല്ലെങ്കിൽ റെസിജ്വൽ പവേഴ്സിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം ആർട്ടിക്കിൾ ഏതാണ്? 248. നല്ലൊരു നമ്പറാണ് 248. 248ലാണ് റെസിജ്വൽ പവേഴ്സിനെ കുറിച്ച് പറയുന്നത്. അതായത് യൂണിയൻ ലിസ്റ്റിലും സ്റ്റേറ്റ് ലിസ്റ്റിലും കൺകറന്റ് ലിസ്റ്റിലും ഒന്നും ഇല്ലാത്ത സംഭവങ്ങളെ കുറിച്ച് കൊടുത്തിരിക്കുന്നത് എവിടെയാണ്? ഈ അവശിഷ്ടാധികാരത്തിലാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ കേന്ദ്ര സംസ്ഥാന ബന്ധത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗം ഏതാണ്? ഭാഗം 11. GST കൗൺസിലിന്റെ എക്സ് ഒഫീഷ്യോ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കുന്നത് ആരാണ്? യൂണിയൻ റവന്യൂ സെക്രട്ടറി ആണ് അല്ലേ. എപ്പോഴും GST പൈസ റവന്യൂ അങ്ങനെയൊക്കെ ബന്ധപ്പെടുത്തിയല്ലേ നമ്മൾ പറയാറ്. അപ്പം യൂണിയൻ റവന്യൂ സെക്രട്ടറി ആണ് GST കൗൺസിലിന്റെ എക്സ് ഒഫീഷ്യോ സെക്രട്ടറി എന്ന് പറയുന്നത്. ഓക്കെ, കേരള സംസ്ഥാന ധനകാര്യ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ആർക്കാണ്? ഗവർണർക്കാണ്. കേന്ദ്ര സർക്കാരിന്റെ കടമെടുപ്പുമായി ബന്ധപ്പെട്ട അനുച്ഛേദം ഏതാണ്? 292. സംസ്ഥാനങ്ങളുടെ കടമെടുപ്പുമായി ബന്ധപ്പെട്ട അനുച്ഛേദം ഏതാണ്? 293 ആണ് കേട്ടോ. അപ്പം കേന്ദ്രത്തിന്റെ കടമെടുപ്പുമായി ബന്ധപ്പെട്ട അനുച്ഛേദം 292ഉം സംസ്ഥാനമാണെങ്കിൽ 293ഉം. ധനകാര്യ കമ്മീഷനിലെ അംഗങ്ങളുടെ എണ്ണം എത്രയാണ്? 5 അംഗങ്ങളാണ്. ഒരു ചെയർമാനും 4 അംഗങ്ങളും, അങ്ങനെ 5 അംഗങ്ങളാണ് എവിടെയുള്ളത്? ധനകാര്യ കമ്മീഷനിൽ ഉള്ളത്. ഭരണഘടനയിൽ UPSC കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദങ്ങൾ ഏതൊക്കെയാണ്? 315 തൊട്ട് 323 വരെയാണ്. സംസ്ഥാന PSC ചെയർമാൻ ഉൾപ്പെടെയുള്ള അംഗങ്ങളുടെ കാലാവധി എത്രയാണ്? 6 വർഷം അല്ലെങ്കിൽ 62 വയസ്സാണ്. 6 വർഷം അല്ലെങ്കിൽ 62 വയസ്സ്. സംസ്ഥാന PSC കമ്മീഷനിലെ ചെയർമാന്റെയും അംഗങ്ങളുടെയും പ്രായപരിധി 60-ൽ നിന്നും 62 ആക്കിയ ഭേദഗതി ഏതാണ്? 41-ാം ഭേദഗതി 1976 ആണ്.
ഈ PSC യെ പറ്റിയുള്ള ഈ 2 ചോദ്യം നന്നായിട്ട് നോക്കണം. കാരണം ഈ അടുത്തൊക്കെ PSC യെ പറ്റിയൊക്കെ PSC ചെയർമാനും അംഗങ്ങളെ പറ്റിയൊക്കെ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുകയായിരുന്നു. കാരണം എന്താണ്, അവരുടെ ശമ്പളം നന്നായിട്ട് വർദ്ധിപ്പിച്ചു അല്ലേ. അപ്പോൾ അതുമായിട്ട് ന്യൂസിലുണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് ഈ ക്വസ്റ്റ്യൻ PSC യുമായിട്ട് ബന്ധപ്പെട്ട ചെയർമാൻ അംഗങ്ങളുടെയൊക്കെ ആ സംഭവങ്ങളൊക്കെ ഒന്ന് നമുക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നോക്കി വെക്കുക. അടുത്ത ചോദ്യം, ഒരു പാർട്ടിയെ ദേശീയ പാർട്ടിയെ അംഗീകരിക്കാനുള്ള മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ്? ആദ്യത്തെ മാനദണ്ഡം എന്ന് പറയുന്നത് എന്താണ്? ലോക്സഭാ തെരഞ്ഞെടുപ്പിലോ സംസ്ഥാന തെരഞ്ഞെടുപ്പിലോ 4 സംസ്ഥാനങ്ങളിലെങ്കിലും കുറഞ്ഞത് 6% വോട്ടും ഏതെങ്കിലും ഒരു സംസ്ഥാനങ്ങളിലെയോ ലോക്സഭാ ഇലക്ഷനിൽ കുറഞ്ഞത് 4 സീറ്റ് നേടുകയും ചെയ്താൽ അത് നമുക്കൊരു ദേശീയ പാർട്ടിയാണെന്ന് പറയാൻ പറ്റും. ഇനി ഇങ്ങനെയല്ല, വേറൊരു മാനദണ്ഡമുണ്ട്. 3 സംസ്ഥാനങ്ങളിൽ നിന്നും കുറഞ്ഞത് 2% ലോക്സഭാ സീറ്റിലെ വിജയം കിട്ടിയാൽ അതിനെ നമുക്ക് എന്ത് പറയാം? ദേശീയ പാർട്ടിയാന്ന് പറയാം. ഇനി ഇതുമല്ലെങ്കിൽ 4 സംസ്ഥാനങ്ങളിൽ സംസ്ഥാന പാർട്ടിയായിട്ട് അംഗീകരിച്ച ഒരു പാർട്ടിയെ നമുക്ക് എന്ത് പറയാം? ദേശീയ പാർട്ടിയായിട്ട് പറയാം. അപ്പം ഇതിൽ ഏതെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈ ചെയ്താൽ നമുക്ക് അതിനെ എന്ത് പറയാം? നാഷണൽ പാർട്ടിയാണെന്ന് പറയാം, ദേശീയ പാർട്ടിയാണെന്ന് പറയാം. ഓക്കെ. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ നോട്ട അഥവാ നൺ ഓഫ് ദ എബോവ് നിഷേധ വോട്ട് നിലവിൽ വരുന്നതിന് കാരണമായ സംഘടന ഏതാണ്? പീപ്പിൾ യൂണിയൻ ഫോർ സിവിൽ ലിബർട്ടീസ്. എന്താ സംഘടന കാരണമാണ് നോട്ട അല്ലെങ്കിൽ നിഷേധ വോട്ട് ഇന്ത്യയിൽ നിലവിൽ വരുന്നത്? അടുത്തത്, ഏക പൗരത്വം എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് ഏത് രാജ്യത്തിന്റെ ഭരണഘടനയിൽ നിന്നാണ്? അമേരിക്കൻ ഭരണഘടനയിൽ നിന്നും. ഭരണഘടനയുടെ എത്രാം ഭാഗത്തിലാണ് പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത്? 2-ാം ഭാഗത്ത്. ഇന്ത്യയിൽ പൗരത്വം അനുവദിക്കുന്നതിനും റദ്ദ് ചെയ്യുന്നതിനുമുള്ള അധികാരമുള്ളത് ആർക്കാണ്? പാർലമെന്റിനാണ് അല്ലെ, പാർലമെന്റിനാണ്. അടുത്ത ചോദ്യം, ലോകത്തിൽ ആദ്യമായി മാർഗനിർദ്ദേശ തത്വങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ രാജ്യം ഏതാണ്? സ്പെയിനാണ്. പക്ഷേ ഈ ചോദ്യം ശ്രദ്ധിക്കുക, ഏത് രാജ്യത്തിന്റെ ഭരണഘടനയിൽ നിന്നുമാണ് ഇന്ത്യ മാർഗനിർദ്ദേശ തത്വങ്ങൾ എന്ന ആശയം കടമെടുത്തിരിക്കുന്നത്? ഇന്ത്യ എടുത്തിരിക്കുന്നത് അയർലൻഡിൽ നിന്നാണ്. പക്ഷേ ലോകത്തിൽ ആദ്യമായി മാർഗനിർദ്ദേശ തത്വങ്ങൾ എന്ന ആശയം ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ അത് സ്പെയിനാണ്. നമ്മൾ എടുത്തിരിക്കുന്നത് അയർലൻഡിൽ നിന്നാണ്. ഓക്കെ. അടുത്ത ചോദ്യം, ഏത് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് നിർദ്ദേശക തത്വങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത്? സപ്രോ കമ്മിറ്റിയുടെ നിർദ്ദേശം പ്രകാരമാണ് നിർദ്ദേശക തത്വങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത്. അടുത്തത്, ഏത് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് മൗലിക കർത്തവ്യങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത്? സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് മൗലിക കർത്തവ്യങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത്. നെക്സ്റ്റ്, പ്രസിഡന്റ് ഇലക്ഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ അനുച്ഛേദം ഏതാണ്? ആർട്ടിക്കിൾ 54 ആണ്. ആർട്ടിക്കിൾ 54ലാണ് പ്രസിഡന്റ് ഇലക്ഷനെ കുറിച്ച് പറയുന്നത്. അനുച്ഛേദം 56 എന്തിനെ കുറിച്ചാണ് പരാമർശിച്ചിരിക്കുന്നത്? പ്രസിഡന്റിന്റെ കാലാവധിയെക്കുറിച്ചാണ് അനുച്ഛേദം 56 പറഞ്ഞിരിക്കുന്നത്. അടുത്തത് ചോദ്യം, പ്രസിഡന്റിന്റെ യോഗ്യതകളെ കുറിച്ച് പരാമർശിക്കുന്ന ഭരണഘടനയിലെ അനുച്ഛേദം ഏതാണ്? ആർട്ടിക്കിൾ 58 ആണ്. അപ്പോൾ 54 എലക്ഷൻ, പ്രസിഡന്റ് ഇലക്ഷൻ, 56 പ്രസിഡന്റ് കാലാവധി, 58 പ്രസിഡന്റിന്റെ എലിജിബിലിറ്റി അല്ലെങ്കിൽ യോഗ്യതയെക്കുറിച്ചൊക്കെയാണ് പറയുന്നത്. ആർട്ടിക്കിൾ 60 പരാമർശിക്കുന്ന വിഷയം എന്താണ്? പ്രസിഡന്റിന്റെ സത്യപ്രതിജ്ഞ. അപ്പോൾ 54 പ്രസിഡന്റ് എലക്ഷൻ, 56 കാലാവധി, 58 യോഗ്യത, 60 പ്രസിഡന്റിന്റെ സത്യപ്രതിജ്ഞ. ഇങ്ങനെയാണ് വരുന്നത്. പ്രസിഡന്റിന്റെ ഇംപീച്ച്മെന്റുമായിട്ട് ബന്ധപ്പെട്ട അനുച്ഛേദം ഏതാണ്? ആർട്ടിക്കിൾ 61 ആണ്. ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം ഗവൺമെന്റിന്റെ തലവൻ ആരാണ്? പ്രധാനമന്ത്രി. പ്രധാനമന്ത്രിയുടെ നിയമനവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന അനുച്ഛേദം ഏതാണ്? ആർട്ടിക്കിൾ 75. ഗവർണറെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയിലെ അനുച്ഛേദം ഏതാണ്? ആർട്ടിക്കിൾ 153. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ നിയമിക്കുന്നത് ആരാണ്? മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ നിയമിക്കുന്നത്. നിലവിലെ കേരള സംസ്ഥാന മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? എ ഷാജഹാനാണ്. നിലവിലെ കേന്ദ്ര മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? ജ്ഞാനേഷ് കുമാർ.